കരുണ കാണിക്കണം, സ്നേഹത്തോട് പെരുമാറണമെന്ന് ഈ കുട്ടിയോട് പഠിപ്പിക്കുന്നത് സമസ്തയാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ, ഇങ്ങനെ ധാർമ്മികമായ ബോധ്യം മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കളും ഈ തരത്തിൽ ധാർമ്മിക ബോധത്തോടുകൂടെ സമൂഹത്തിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്തരത്തിലുള്ള ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിന്റെ ഗുണഭോക്താക്കൾ നമ്മൾ മാത്രമല്ലല്ലോ. ഇതിന്റെ ഗുണഭോക്താക്കള് നമ്മുടെ സാമുദായിക അന്തരീക്ഷത്തിൽ, സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പരിസര പ്രദേശത്തുള്ള എല്ലാവരുമാണ്. അത് മുസ്ലിമീങ്ങളാവട്ടെ, ആരുമാവട്ടെ, ഇതിന്റെ ഗുണഭോക്താക്കൾ എല്ലാവരുമാണ്. ഒരു സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ധാർമ്മിക ബോധം നമ്മുടെ മക്കൾക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റിയത് തീർത്തും ഒരു പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മദ്രസ സംവിധാനത്തിന്റെ കണക്ക് തന്നെ എടുത്ത് പരിശോധിക്കുമ്പോ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഈ കൊച്ചു കേരളത്തിൽ 1 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾക്ക് 10,000-കണക്കിന് മദ്രസകളാണ്, 10,000-ത്തിനപ്പുറത്തേക്ക് മദ്രസകളാണ്. നമ്മുടെ ഈ ഒരു തീർത്തും ഒരു പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ സംസ്ഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിന് പോലും നടത്താൻ കഴിയാത്ത അത്രത്തോളം 13,000-ഓളം വരുന്ന സ്കൂളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇതിൽ പകുതിയോളം പ്രൈവറ്റ് ആണ്. കേരള സർക്കാരിന് പോലും നടത്താൻ കഴിയാത്ത അത്രത്തോളം വലിയ ദൗത്യങ്ങളാണ്, നവോത്ഥാനമാണ് സമസ്ത ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ, മദ്രസാ സംവിധാനത്തിന്റെ പുറമെ ഈ മദ്രസാ പഠനം കഴിഞ്ഞതിന് ശേഷം കൃത്യമായ പാരമ്പര്യ രീതിയിലൂടെയുള്ള മതപഠനമായ ദർസി പാരമ്പര്യം നിലനിൽക്കുകയാണ്. ദർസി പാരമ്പര്യം ഇവിടെ കൃത്യമായി നിലനിൽക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ദർസി സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം അറബിക് കോളേജുകളുണ്ട്. ഈ അറബിക് കോളേജുകളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ നിലവിൽ സമസ്തയുടെ SNEC എന്ന് പറയുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഇപ്പൊ നടന്നു വരികയാണ്. നമ്മുടെ മക്കൾക്ക് കൃത്യമായ മതബോധമുള്ള ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന കൃത്യമായ രീതി നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോ SNECയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നീറ്റ് കോച്ചിങ്ങോടുകൂടെ +2 നടത്തുന്ന സംവിധാനം നമുക്കുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ ഭൗതിക മേഖലയിൽ ഒരു മുഅ്മിനായ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന ഏതൊക്കെ മേഖലയുണ്ടോ അവിടെയൊക്കെ കൃത്യമായ ഒരു മതബോധത്തോടുകൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ എത്തിപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ സമസ്ത അവിടെ ഇടപഴകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലൊക്കെ ഇത്രയും വലിയ വിശാലമായ സാഹചര്യം ഒരുക്കി കൊടുത്തത് സമസ്തയാണ്. സമസ്ത ഇത് മാത്രമല്ലല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമൊക്കെ അവിടെ കൃത്യമായി നടക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ആദർശത്തിന് കാവൽ നിൽക്കുക എന്നത് ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. സമസ്ത അത് കൃത്യമായി നടത്തി പോരുകയാണ്. 920 കാലഘട്ടത്തിൽ അങ്ങോട്ട് നമുക്കറിയാം, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വഹാബി പ്രസ്ഥാനക്കാർ ഇവിടെ കടന്നു വന്നു, മുജാഹിദ് ഇവിടെ കടന്നു വന്നു, മറ്റുള്ള പുത്തൻവാസിക്കാരെല്ലാം ഇവിടെ കടന്നു വന്നപ്പോ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ സമസ്ത ഇവിടെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ വഹാബിസത്തിന് പേര് പിടിക്കാൻ പറ്റാതെ പോയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമസ്ത നമുക്കറിയാലോ, 920കളിൽ എന്തൊരു രൂപത്തിലാണ് ഇവിടെ വഹാബി പ്രസ്ഥാനക്കാർ അടിച്ചു വീശിയത്. എല്ലാത്തിനെയും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ നിലക്കും ഇതിനെ ചെറുത്തു തോൽപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ നമ്മുടെ ആദർശത്തിന് കോട്ടം തട്ടുന്ന ഏതൊക്കെ മേഖലയിലുണ്ടോ നമുക്കറിയാലോ. ഈ പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും കള്ളന്മാരുണ്ട് എന്നതുപോലെ ഏറ്റവും വലിയ കള്ളന്മാർക്ക് വിലസാൻ പറ്റിയ ഏറ്റവും വലിയൊരു മേഖലയാണ് ആത്മീയ മേഖല. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കള്ളത്തൊരീക്കത്തുകാർ ഒരുപാട് ഇവിടെ കടന്നു വന്നു. നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആലുവ തൊരീക്കത്ത് ഇവിടെ കടന്നു വന്നപ്പോഴും സമസ്ത അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തു. അതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കാലങ്ങളെടുത്ത് പഠിച്ചു. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് കൊടുത്തപ്പോ, കൃത്യമായ ബോധം കൊടുത്തപ്പോ അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആലുവ ത്വരീഖത്തിന്റെ പതനവും പരാജയവും ഒരുപക്ഷെ ഇവിടത്തുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം നമുക്ക് സുപരിചിതമാണ്. ഈ തരത്തിൽ ഏതൊക്കെ കള്ളത്വരീഖത്തുകൾ ഇവിടെ വന്നിട്ടുണ്ടോ എല്ലാത്തിനെയും അതിന്റെ വേരോടെ പേതരെന്ന വിഷയത്തിൽ സമസ്ത കൃത്യമായി ഇടപെട്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിപ്പിച്ചു വെച്ച ആ നേർരേഖ പഠിപ്പിക്കുന്ന, അത് നമുക്ക് കാണിച്ചു തരുന്ന, ദിശാബോധം കാണിച്ചു തരുന്ന ഒരാത്മീയ സംഘടനയാണ്. 100 വർഷം പഴക്കം മാത്രമുള്ള ആശയമല്ല ഇത്. ഇതൊരു സംഘടനാ രൂപത്തിലായത് കഴിഞ്ഞ 100 വർഷം മുമ്പാണ്.
ഇതിന്റെ ദൗത്യം എന്ന് പറയുന്നത് 1500 വർഷം പഴക്കമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിലൂടെയും തബഅത്താബിഈങ്ങളിലൂടെയും അവിടെ അങ്ങോട്ട് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോ മാലിക് ഇബ്നു ദീനാറിന്റെയും കൂട്ടരുടെയും ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് ഇവിടെ ദീന പഠിപ്പിച്ചപ്പോ ആ സാഹചര്യത്തിൽ അവിടെ നിന്നങ്ങോട്ട് മഹദൂമമാരിലൂടെ കോഴിക്കോട് കാളിമാരിലൂടെ അവിടെ നിന്നങ്ങോട്ട് നമുക്ക് ഷെയ്ഖ് ജിഫ്രി കുടുംബത്തിന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. ഈ ഷെയ്ഖ് ജിഫ്രി കുടുംബം നമുക്ക് കേരളീയ പശ്ചാത്തലത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഇസ്ലാമിക അന്തരീക്ഷം അവിടെ പരത്താൻ തീർത്തും അമുസ്ലിമീങ്ങൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണം അത് പിന്നെ യുദ്ധം കൊണ്ടോ വാളുകൊണ്ടോ പ്രചരിപ്പിച്ചതാണെന്ന് പറയുന്നവർക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കേരളീയ പശ്ചാത്തലം തന്നെ പഠിക്കലാണ്, കേരളീയ സാഹചര്യം പഠിക്കലാണ്, ചരിത്രം പഠിക്കലാണ്. ഒരു വാളുകൊണ്ട് പോയിട്ട് വാക്കുകൊണ്ട് പോലുമല്ല ഇസ്ലാം പ്രചരിച്ചത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടല്ലേ ഈ കേരളീയ സാഹചര്യം ചരിത്രം പഠിക്കുമ്പോ, ഇന്ത്യയുടെ മൊത്തം ചരിത്രം പഠിക്കുമ്പോ മുഗൾ ഭരണമടങ്ങുന്ന ഏകദേശം 856 വർഷക്കാലം ഇവിടെ മുസ്ലിം ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളീയ സാഹചര്യത്തിൽ അങ്ങനെയില്ല. കണ്ണൂർ ജില്ലയിലെ അറക്കൽ കുടുംബം മാത്രം ഏകദേശം ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിം ഭരണാധികാരികളുണ്ടെങ്കിൽ അവിടുന്ന് തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഇവിടെ കേരളീയ സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങൾ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പെരുമാറിയപ്പോ അൽഹംദുലില്ലാഹ് നല്ല ഒരു മുന്നേറ്റം നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ് ഈ രൂപത്തിൽ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സാമുദായിക സാഹോദര്യത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ എല്ലാവിധ ആശയങ്ങളും നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ സഹോദരൻ, നമ്മുടെ അയൽവാസി, അവൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവനല്ലെങ്കിലും അവനെ പരിഗണിക്കണം, സ്നേഹിക്കണം, തലോടണമെന്ന് പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ കൃത്യമായ ആശയം അതേപടി നമ്മോട് പഠിപ്പിച്ചത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനമാണ്. അതിന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളുടെ നവോത്ഥാനത്തിന്റെ സന്തോഷ നിമിഷങ്ങളാണ് ഇന്ന് നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത്, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ആ ഷെയ്ഖ് ജിഫ്രി കുടുംബം ഇവിടെ വരുത്തി വെച്ച നവോത്ഥാനത്തിന്റെ ബാക്കി എന്നോണം ഇന്ന് സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളാണ്. ആ ഷെയ്ഖ് ജിഫ്രിയുടെ പരമ്പരയിൽപ്പെട്ട കണ്ണിയാണ്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്, തൗഫീഖുള്ളവരാണ്. ഇന്ന് 100ാം വാർഷികത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനത്തിൽ ഭാഗമാകാൻ വേണ്ടി 24 മണിക്കൂറും ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രചാരകരാവാനെങ്കിലും നമുക്ക് പറ്റിയല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടനുബന്ധിച്ച് നാളെ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരത്തേക്ക് ബഹുവന്യരായ തങ്ങൾ ഉസ്താദിന്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലപ്പുറം ജില്ല, വെസ്റ്റ് ജില്ലയിൽ ഇപ്പൊ അൽഹംദുലില്ലാഹ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഒന്നടങ്കം തങ്ങൾ ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വല്ലാത്ത താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സ്റ്റേജിലും പേജിലും വന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ സ്റ്റേജിൽ തന്നെ വന്നുകൊണ്ട് തങ്ങൾ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ രൂപത്തിലൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ ഈ ജില്ലാ സ്വീകരണ സമ്മേളനം മലപ്പുറം ടൗൺ പരിസരത്ത് രാവിലെ 9:30 മണിക്ക് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദീനി സ്നേഹികളായ സുന്നത്ത് ജമാഅത്ത്